ബീഹാറിൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ ദേശീയ രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധ മുഴുവൻ ബീഹാറിലേക്കാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന NDA സഖ്യവും രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന മഹാഗഡ്ബന്ധനും ബീഹാറിൽ നേരിട്ട് ഏറ്റുമുട്ടും. സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും വേഗത്തിൽ പൂർത്തിയാക്കാൻ ഒരുങ്ങുകയാണ് മുന്നണികൾ. തെരഞ്ഞെടുപ്പിന് സജ്ജമെന്ന് BJPയും കോൺഗ്രസും പറഞ്ഞു കഴിഞ്ഞു. വികസനം, തൊഴിലില്ലായ്മ, അഴിമതി എന്നിവ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നാണ് സർവേകൾ പറയുന്നത്. വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, തീയതി പ്രഖ്യാപനം കഴിഞ്ഞു. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം ഒരുപക്ഷെ അങ്ങേറ്റം തലവേദന നിറഞ്ഞ ഒരു കടമ്പയിലേക്ക് തന്നെയാണ് സീറ്റ് വിഭജനം എന്നത്. ഈ പറഞ്ഞതുപോലെ അത് BJPക്കായാലും NDA സഖ്യത്തിനായാലും ശരി, അത് മഹാഗഡ്ബന്ധൻ ഇന്ത്യ മുന്നണിക്കായാലും ശരി, BJPക്ക് ബീഹാറിൽ നേതൃനിരയിലേക്ക് എത്തുക അല്ലെങ്കിൽ നേതൃത്വം പിടിച്ചെടുക്കുക എന്ന ഒരു ഒളിഞ്ഞിരിക്കുന്ന ഒരു തന്ത്രം കൂടി BJP ഇത്തവണ അമിത്ഷായുടെ വാക്കുകളിൽ നിന്നൊക്കെ നമ്മൾ അത് വ്യക്തമായി മനസ്സിലാക്കിയതാണ്. കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ, മഹാഗഡ്ബന്ധനിലേക്ക് എത്തുമ്പോൾ പോലും അതും സ്ഥിതി വ്യത്യസ്തമല്ല. ഈ പറഞ്ഞതുപോലെ തേജസ്വി യാദവിൻ്റെ സ്വപ്നമാണ് ബീഹാറിലെ മുഖ്യമന്ത്രി പദം എന്നത്. സ്വാഭാവികമായും ഇതെല്ലാം ഈ സീറ്റ് വിഭജന ചർച്ചകളിലെല്ലാം പ്രതിഫലിക്കും, വലിയ തലവേദനയാകും. സ്വപ്ന, ഗുഡ് മോർണിംഗ്. ഏതായാലും BJP പ്രധാനമായും മുഖ്യമന്ത്രി പദം ലക്ഷ്യമിടുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ചില മുതിർന്ന നേതാക്കളൊക്കെ തന്നെ നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാക്കുക എന്ന ലക്ഷ്യം ഞങ്ങളുടെ മുന്നിലുണ്ട് എന്ന ചില വാക്കുകൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് രവിശങ്കർ പ്രസാദ് അടക്കം ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് നിതീഷ് കുമാറിനെ വീണ്ടും മുഖ്യമന്ത്രിയാക്കി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ ഭരണം തുടരട്ടെ എന്ന നിലപാട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും അക്കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. വളരെ കൃത്യമായി തന്നെ BJPയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് BJP നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ ബീഹാറിൽ അധികാരത്തിലേക്ക് വരിക എന്നുള്ളതാണ്. അത് ബീഹാറിനെ മാത്രം ലക്ഷ്യമിട്ടുള്ള ഹിന്ദി ഹൃദയഭൂമി, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഹൃദയഭാഗമാണ്. ആ പ്രദേശങ്ങളിൽ ബീഹാറിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലേക്ക് തന്നെ അത് എത്തുകയും ചെയ്യും. ഇത് വളരെ കൃത്യമായി തന്നെ BJPക്ക് അറിയാം. അതുകൊണ്ട് തന്നെ BJP മുഖ്യമന്ത്രി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിലേക്ക് ആരുടെ പേരുകൾ എത്തും എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. BJPയെ സംബന്ധിച്ച് നമുക്കറിയാം, BJP വളരെ ആകസ്മികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഒരു പാർട്ടി. ഒരുപക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ മുഖ്യമന്ത്രി പോലും പല സംസ്ഥാനങ്ങളിലും എത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അത്തരം നീക്കങ്ങൾ BJPയുടെ ഭാഗത്തുണ്ടാകും. BJP ഏതായാലും നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് ഓരോ മണ്ഡലത്തിലെ സാഹചര്യങ്ങൾ BJPയുടെ കേന്ദ്ര നേതൃത്വം വിലയിരുത്തിയിട്ടുണ്ട്. അവർ നൽകിയിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക. നേരത്തെ ഗുജറാത്തിലും ഛത്തീസ്ഗഡിലും അടക്കം തന്നെ പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയാണ്. പ്രത്യേകിച്ച് ഓരോ മണ്ഡലത്തിലും സാഹചര്യങ്ങൾ വിലയിരുത്തി അവിടെ ഭരണവിരുദ്ധ വികാരം, MLAക്കെതിരായ വികാരമുണ്ടെങ്കിൽ ആ MLA പൂർണ്ണമായി മാറ്റുന്നു. ക്യാബിനറ്റ് മന്ത്രിമാരെ വരെ മാറ്റിയാണ് ഗുജറാത്തിൽ ഭരണം പിടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നത്. സമാനമായ രീതി ബീഹാറിലും BJP ആലോചിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറുവശത്ത് കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് RJD സഖ്യമാണ്, മഹാഗഡ്ബന്ധനാണ്. CPML, CPM അടക്കം നിരവധി പാർട്ടികളുണ്ട്. പ്രത്യേകിച്ച് ഇടത് പാർട്ടികൾക്ക് 18ഓളം സീറ്റുകളുള്ള സംസ്ഥാനമാണ്. സ്വാഭാവികമായും എല്ലാവരും കൂടി ആലോചിച്ച് തന്നെയാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അപ്പോഴും അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്നുള്ളതിൽ വലിയ ചർച്ചകളിലേക്ക് പോകാൻ സാധ്യതയില്ല. കാരണം തേജസ്വി യാദവ് തന്നെയായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാണിക്കുക. കോൺഗ്രസുമായി ചേർന്ന് നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഒപ്പം തന്നെ നിരവധി യാത്രകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒറ്റയ്ക്കും തേജസ്വി യാദവ് യാത്ര നടത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യത്തിൽ അതിൽ കൂടുതൽ തർക്കങ്ങളിലേക്കോ ചർച്ചയിലേക്കോ പോകാൻ സാധ്യതയില്ല. പക്ഷേ സീറ്റ് വിഭജന കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. കഴിഞ്ഞ തവണ 70 സീറ്റ് കോൺഗ്രസിന് നൽകിയിരുന്നു. 19 ഇടത്ത് മാത്രമാണ് കോൺഗ്രസ് ജയിച്ചു കയറിയത്. ഇനി അതേ രീതി നടന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭരണത്തിൽ നിന്ന് പിന്നോട്ട് പോകും എന്നുള്ളതാണ്. RJDക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പൂർണ്ണമായും RJD സ്ഥാനാർത്ഥികൾ നിൽക്കട്ടെ എന്നൊരു നിലപാട് പ്രാദേശിക നേതൃത്വങ്ങൾ കൈക്കൊള്ളുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മറ്റൊന്ന്, ദേശീയ തലത്തിൽ BJPക്കെതിരായ നിലപാടുകൾ എടുക്കുന്നുണ്ടെങ്കിലും ആം ആദ്മി പാർട്ടി അടക്കമുള്ള ചെറു പാർട്ടികൾ ഇപ്പോഴും കോൺഗ്രസിന്റെ സഖ്യത്തിനൊപ്പമല്ല. ആം ആദ്മി പാർട്ടി ഇപ്പോൾ തന്നെ 11 സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ജൻസൂരജ്, പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയാണ്. ആ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി 5 സീറ്റുകൾ നേടിയ സ്ഥലമാണ് ബീഹാറിൽ. 17% മുസ്ലിങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് ഒവൈസിയുടെ നിലപാടുകൾ നിർണായകമാണ്. ഒവൈസി എവിടെയൊക്കെയോ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്, അവിടെയൊക്കെ തന്നെ കോൺഗ്രസിന്റെ വോട്ടുകൾ, പരമ്പരാഗതമായി കോൺഗ്രസിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഈ പ്രതിപക്ഷ നിരയിലേക്ക് പോകുന്ന ന്യൂനപക്ഷ വോട്ടുകളിൽ വലിയ വിള്ളലുണ്ടാക്കാൻ ഒവൈസിക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട കാര്യം, മുന്നോക്ക വിഭാഗങ്ങളിലടക്കം തന്നെ വലിയ സ്വാധീനം BJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് മുൻപുള്ള
മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ ഏകദേശം 2000 വരെ കോൺഗ്രസിനൊപ്പമായിരുന്നു ഈ വോട്ടുകൾ പൂർണ്ണമായി നിന്നെങ്കിൽ അതിനുശേഷം ഇങ്ങോട്ട് BJP-യിലേക്ക് ആ വോട്ടിൽ വലിയ മാറ്റമുണ്ടാകുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വോട്ടുകളെ ആരൊക്കെ പിന്തുണയ്ക്കുമെന്നുള്ളതാണ്. യാദവ വോട്ടുകൾ പൂർണ്ണമായും RJDക്ക് പിടിക്കാൻ കഴിഞ്ഞാൽ വലിയ നേട്ടമാകും. പക്ഷേ മറുവശത്ത് കുർമി സമുദായത്തിൽ പെടുന്നതാണ് നിതീഷ് കുമാർ. ആ സമുദായത്തിന്റെ പൂർണ്ണമായ വോട്ട് ഏതായാലും JDU-യിലേക്ക് പോകും. BJP-യും കുറെ വോട്ടുകൾ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് വരുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ചെറിയ വ്യത്യാസത്തിനാണ് കഴിഞ്ഞ തവണ അധികാരം നഷ്ടപ്പെടുന്നത്. പക്ഷേ ഇത്തവണ സാഹചര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാണെന്ന് RJDയും കോൺഗ്രസും വ്യക്തമാക്കുന്നു. ഏതായാലും നിലവിൽ ചില സർവേകൾ അവിടെ നടത്തിയിട്ടുണ്ട്. ആ സർവേകൾ പാർട്ടികൾ നടത്തിയതല്ല, ചില സംഘടനകൾ നടത്തിയതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലില്ലായ്മ അടക്കമുള്ള നിരവധി വിഷയങ്ങൾ ബീഹാറിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ വിഷയങ്ങൾ തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുക എന്നുള്ളതാണ് സൂചന.